മമ്മൂട്ടിയുടെ ഈ ഒരു കഥാപാത്രം ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു വേഷത്തിൽ. കൊള്ളാം, കുഴപ്പമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആയിരുന്നല്ലോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ബാക്കി എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇങ്ങനെ പേടിച്ചോ? മമ്മൂക്കയെ കണ്ടിട്ട് പേടിച്ചോ? ഇല്ല. കൊള്ളാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ചേട്ടൻ മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ട്. ഇത് കുറച്ച് കാലങ്ങളായില്ലേ കണ്ടിട്ടായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം? കൊള്ളാം, കുഴപ്പമില്ല, കാണാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പെർഫോമൻസസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ഒരു സൈലന്റ് പോകുന്ന പോലെയുള്ള ഒരു എക്സ്പീരിയൻസ്. പേടിച്ചോ? നന്നായിട്ട് പേടിക്കാൻ എന്താ? മമ്മൂക്ക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഒരു ഡിഫറൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഇത് ഒരു എൻ്റയർലി ഡിഫറെൻറ്റ്. നോർമല ഉള്ളതൊക്കെ ഇത് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി മൂവി. സൗണ്ട് കൊള്ളാം. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ ചോദിച്ചാൽ തിയേറ്ററിലും കാണാം, OTT പ്ലാറ്റ്ഫോം. താങ്ക് യു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അല്ലേ, അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കൊള്ളായിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. മമ്മൂക്കയോ? അടിപൊളിയാണ്. ആരെയാ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമയിൽ? മമ്മൂക്കേൻ്റെ ക്യാരക്ടർ. പേടിച്ചോ തിയേറ്ററിൽ? പേടിച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം നൈസായിരുന്നു. ഇതുവരെ അഭിനയിച്ചതിൽ കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടല്ലേ തിയേറ്ററിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മുഴുനീള കാണുന്നത്? ആദ്യമായിട്ടാണ്. കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. തീമിന് ചേരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി ചേരും. മമ്മൂട്ടി. എല്ലാരും കൊള്ളാം, പക്ഷെ മമ്മൂട്ടി ഇതുവരെ കാണാത്തൊരു മമ്മൂക്കയുടെ ഒരു കഥാപാത്രമായിരുന്നു ഇത്രയും വർഷത്തില്. മമ്മൂട്ടിയുടെ ഈ ഒരു കഥാപാത്രം ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു വേഷത്തിൽ. പേടിച്ചായിരുന്നോ തിയേറ്ററിൽ? ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ.